മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ചായ തിളക്കുന്ന നേരം കൊണ്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ 4 മണി പലഹാരം എങ്ങനെയാണെന്ന് നോക്കാം. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സവാളയോടൊപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ചായ തിളക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കോണായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് കോണായിട്ട് മുറുക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ സിമ്മിലിടുക. ഞാനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ബാറ്റർ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ എപ്പോഴും സിമ്മിലിടുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. സാവധാനം മുരിയിച്ചെടുക്കുക. അതിനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. കുരുമുളക് ചതച്ചതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടി വിതറി നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് അനക്കിയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അടി വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വശവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. നമുക്കൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് നന്നായിട്ട് കുക്കാകട്ടെ. സ്റ്റൗ എപ്പോഴും സിമ്മിലിടുക. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഒരു ചായ ഇളക്കുന്ന നേരം കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളുടെ മുട്ടയും ബ്രെഡൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.